ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ എന്റെ ഈശ്വരാ, എന്തായി പറയുന്നേ? ദൈവമേ, എത്ര വിലപിടിപ്പുള്ള ആഭരണങ്ങളാ! ഇത് ആരെടുത്തോണ്ട് പോയേ? നന്ദേട്ടാ, ഉദയേട്ടാ, ഒന്ന് പെട്ടെന്ന് വാ. അതെ, അമ്മയുടെ ആഭരണങ്ങൾ കാണാനില്ല. മതി മതി, ഇതൂടെ കഴിക്കും മോളെ, ഇതൂടെ കഴിക്ക്. സുനന്ദേ, നിങ്ങൾ ഇറങ്ങുന്നില്ലേ? ഇറങ്ങാ ഗോപാലേട്ടാ. ഇതൂടെ. ആഹാ, ഇതിപ്പോ മോളെ സ്കൂളിൽ പറഞ്ഞേക്കുന്ന മാതിരിയാണല്ലോ തങ്കം. ഭക്ഷണമൊക്കെ വാരിക്കൊടുത്ത്. ഇവള് എത്ര വലുതായാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാരി കൊടുക്കുന്നത് പതിവുള്ളതാ അല്ലേ മോളെ? ഇടയ്ക്ക് അമ്മയുടെ കൈകൊണ്ട് കുറച്ച് വാരി തന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല ഗോപാലമാമ. അതാ. ആ, ഇനി മതിട്ടോ, ഞങ്ങൾ ഇറങ്ങാൻ നോക്കട്ടെ. അതെ, ഉച്ചയ്ക്ക് പുറത്തുനിന്നും കഴിക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും വെച്ചുണ്ടാക്കിയിട്ട് അമ്മ മോളുടെ ഓഫീസിലേക്ക് കൊണ്ടുവരാം. അതിന് കൃഷ്ണക്ക് എന്തിനാ ഉച്ചഭക്ഷണം? അതൊക്കെ അവരുടെ ഓഫീസിൽ ഫ്രീ അല്ലേ? ആണോ മോളെ? അതെ, വലിയ ക്യാൻറ്റീൻ ഉണ്ട്, ഇഷ്ടപ്പെട്ട ഭക്ഷണമുണ്ട്, വിളമ്പി തരാൻ ആളും ഉണ്ട്. സിറ്റിയിലേക്ക് അങ്ങനെയുണ്ടല്ലേ? നമ്മുടെ നാട്ടിലെ ഓഫീസ് എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കെട്ടിടം അത്രയല്ലേ? ഇവിടെ അത്ഭുതങ്ങൾ ഒരുപാടുണ്ട് തങ്കം. ഇവിടെ ചില കമ്പനികളിലെ വിശ്രമിക്കാനും എന്തിനും ഉറങ്ങാൻ വരെ സൗകര്യമുണ്ട്. കാലം പോയൊരു പോക്കി. എന്തായാലും കുഴപ്പമില്ല. എന്റെ മോൾക്ക് കഷ്ടപ്പാടൊന്നും ഇല്ലാത്തൊരു ജോലിയാണല്ലോ. ഇവളെ ഒരു നിമിഷം കൂടെ ഇവിടെ നിർത്താൻ പാടില്ല. ഇവളെ ഞാനായിട്ട് അഭിനയിക്കല്ല, ഞാനായിട്ട് ജീവിക്കുക. കാണാത്ത കാഴ്ചകളൊക്കെ കണ്ടപ്പോ ഇവളെ പോലത്തെ തേർഡ് റൈറ്റുകൾക്ക് പലതും മനസ്സിൽ തോന്നുന്നുണ്ടാവും. മോളെ, എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല. എന്നാ പിന്നെ പോവാൻ നോക്ക്. കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ പറയണം കേട്ടോ, അമ്മ ഒരു ദിവസം വരുന്നുണ്ടെന്ന്. പറയാമേ. നമുക്കിറങ്ങാം. ശരി. ഒരു ജോലി ഏറ്റെടുത്താല് അതിൽ പിന്നെ ഒരു വിട്ടുവീഴ്ച അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അവള് മിടുക്കിയല്ലേ തങ്കം. ജോലിയുടെ അവസ്ഥയൊക്കെ അമ്മ ചോദിച്ചത് കേട്ടില്ലേ സുനന്ദേച്ചി? പാവം, കറങ്ങുന്ന കസേരയില് AC ഒക്കെ ഇട്ടിരുന്ന് മോള് സുഖിക്കാന്ന അമ്മയുടെ വിചാരം. സിത്താര മേഡത്തിന്റെയും കാഥ മേഡത്തിന്റെയും ചീത്തയൊക്കെ കേട്ട് അവിടെ അടിമപ്പണിയാണ് ഞാൻ ചെയ്യുന്നതെന്ന് അറിഞ്ഞാല്, അങ്ങനെയാണ് അമ്മയുടെ ചികിത്സക്കുള്ള കാശ് കിട്ടുന്നതെന്ന് അറിഞ്ഞാല് പിന്നെ ചികിത്സ പോലും അമ്മ സമ്മതിക്കില്ല. അത്രയ്ക്ക് സങ്കടായി പോവും. ഞാൻ അതല്ല ആലോചിക്കുന്നേ. ഇപ്പൊ ഇറങ്ങിപ്പോവാൻ സിത്താര മാഡത്തിന്റെ വീടെങ്കിലും ഉണ്ട്. പെട്ടെന്ന് ഒരു ദിവസം അവരിനി ചെല്ലണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അത് സാരല്ല, തന്ന കാശിന് പണിയെടുത്തു കൊടുത്താ ആ ബാധ്യത അങ്ങ് തീരുമല്ലോ. ഷോ, അമ്മയൊന്ന് നേരെ കഴിഞ്ഞാ ഞാൻ എത്ര വേണമെങ്കിലും അധ്വാനിച്ചോളാം, എനിക്കൊരു കുഴപ്പമില്ല. അമ്മേ, അമ്മയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? അത് ഉദയേട്ടന്റെ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് പോണം. പൊയ്ക്കോ. അത് ഇട്ടുകൊണ്ട് പോകാൻ നല്ല ആഭരണങ്ങളൊന്നുമില്ല. അമ്മയുടെ ആഭരണ പെട്ടിന്ന് ആ നെക്ലസ് ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ. നിനക്കാണോ ആഭരണങ്ങളില്ലാത്തത്? ഉള്ളതിന് കയ്യും കണക്കുമില്ല. പിന്നിപ്പോ എന്തിനാ വേറെ? അത് പിന്നെ നമ്മുടെ പരമ്പരാഗതമായ ആഭരണങ്ങൾ ഇടാൻ എനിക്ക് കൊതിയുണ്ടാവുമല്ലോ. അതീ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. അത് വിവാഹശേഷം ഗാഥമോൾക്ക് കൈമാറാൻ ഞാൻ വെച്ചിരിക്കുന്ന. ഗാദിക്ക് കൊടുത്തോളൂ, അതിനിപ്പോ എന്താ കുഴപ്പം? അതിനു മുമ്പ് ഒരു തവണ എനിക്കിടാൻ തന്നൂടെ? എന്തിനാ നിർമ്മല ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്?
മരുമക്കൾക്ക് കൊടുക്കുന്ന സ്ഥാനം വല്ലോ അമ്മ മക്കൾക്ക് കൊടുക്കാറുണ്ടോ? എന്റെ സ്ഥാനത്ത് സുമിത്രയാണ് ഇത് ചോദിച്ചിരുന്നെങ്കിൽ അമ്മ ആഭരണപ്പെട്ടി മുഴുവൻ എടുത്ത് കൊടുക്കായിരുന്നല്ലോ. അവള് വെറുതെ ഇരിക്കല്ലേ, വെറുതെ എന്തിനാ അവളെ ഇതിനിടയിലേക്ക് വലിച്ചഴിക്കുന്നേ? ഞാൻ ആഗ്രഹിച്ചു പോയില്ലേ അമ്മേ? വെറുതെ ഇരിക്കല്ലേ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? നിർമ്മല അത്രയ്ക്ക് ആഗ്രഹിച്ചതാണെങ്കിൽ എടുത്തു കൊടുക്കമ്മേ. ഓ, നേരം വെളുത്ത ഓരോ പ്രശ്നങ്ങളുമായിട്ട് വരും. മാല ഞാൻ എടുത്തു തരാം, പക്ഷെ കൃത്യമായിട്ട് തിരികെ എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. പറ്റുമോ? ഓ, ഞാൻ ഏൽപ്പിച്ചോളാം. ഈ തറവാട്ടി പിറന്ന പെണ്ണുങ്ങൾക്ക് തറവാട്ട് ആഭരണം എന്ന് വെച്ചാ ഒരു അഭിമാനമാ. അതുകൊണ്ടാ. സുമിത്രേ, ഒന്നിങ്ങ് വന്നേ. അമ്മേ, എന്താ അമ്മേ, എന്താ അമ്മേ, എന്തു പറ്റി? ആഭരണങ്ങൾ വെച്ചിരുന്ന പെട്ടി ഇതിനകത്ത് കാണുന്നില്ല. കാണുന്നില്ലേ? അമ്മ ഇങ്ങോട്ട് മാറിയേ. അയ്യോ, എന്റെ ഈശ്വരാ, എന്തായി പറയുന്നേ? ദൈവമേ, എത്ര വിലപിടിപ്പുള്ള ആഭരണങ്ങളാ! ഇത് ആരെടുത്തോണ്ട് പോയേ? നന്ദേട്ടാ, ഉദയേട്ടാ, ഒന്ന് പെട്ടെന്ന് വാ. അതെ, അമ്മയുടെ ആഭരണങ്ങൾ കാണാനില്ല. എന്താ എന്ത് പറ്റി? അതെ, അമ്മ അലമാരി വെച്ച ആഭരണങ്ങൾ കാണാനില്ല. അമ്മ ഇനി പൂജാമുറിയിൽ എങ്ങാനും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും അനക്കിയിട്ടില്ല. ഇനിയിപ്പം കള്ളന്മാരാരെങ്കിലും കയറി എടുത്തോണ്ട് പോയതാവൂ. നമ്മളൊക്കെ ഇവിടെ ഉള്ളതല്ലേ, അതിലിടെ ഏത് കള്ളനാ മുറിക്കകത്ത് കയറുന്നേ? അതൊന്നും പറയാൻ പറ്റില്ലല്ലോ നന്ദേട്ടാ. കള്ളന്മാർക്ക് കാവലൊന്നും പ്രശ്നമല്ലല്ലോ. ഇതിനകത്ത് തന്നെ ഉണ്ടാവുമെന്ന്. നിർമ്മലേ, നീ എല്ലായിടത്തും ഒന്ന് നോക്കിയേ. ആഭരണങ്ങൾ എന്തായാലും ഈ മുറിയിലില്ല, അത് ഉറപ്പാ.